മറ്റൊരു സ്വഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് നേരെ വേറൊരു ആക്ഷേപ പറഞ്ഞു. എന്താ അയാൾക്കുള്ള കേസ്? നബിയെ എപ്പോൾ കൂട്ടാൻ ഉണ്ടാക്കിയാലും കൂട്ടാൻ തികയണില്ല. ചില ആൾക്കാർ ഷാക്കിർ ബാക്കവിൻ്റെ മതിലുണ്ടാകും, കൂട്ടാനാ കൂടുതൽ വേണ്ടത്. അപ്പോൾ അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ ഭക്ഷണം കഴിക്കണ സമയത്ത്. ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ ചിലവർ. ഞാൻ മൂപ്പരൊരു തമാശ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ചില ആൾക്കാർക്കൊന്നും ചോറ് വേണ്ട, ഓലൊക്കെ ഇറച്ചിൻ്റെ ആൾക്കാരാണ്, കൂട്ടാനാണ് കൂടുതൽ. കുറേ ആൾക്കാർ അങ്ങനെ ഇറങ്ങി വെക്കണം. സുബ്ഹാനല്ലാഹ്. ഇന്നാളൊരു കല്യാണപ്പേരി ചെന്ന് കണ്ട് ഒരു ഭക്ഷണത്തിന് തളികയുടെ ചുറ്റുഭാഗത്ത് മേശക്കണ്ട് ഇരുന്നോമ്പോൾ ഒരു പാത്രം നിറച്ച് ഇറച്ചി കൊണ്ടെന്ന് വെച്ചിങ്ങനെ 10 ആക്കി. അതൊക്കെ കൂടെ എടുത്തിട്ട് അയാളെ പ്ലേറ്റിക്കാണ് തട്ടി. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ് ബറാത്തിന് ഓതിക്കൂടേനെ യാസീന് പറഞ്ഞു ഞാൻ. അല്ലാതെ നമ്മളിപ്പോൾ അപ്പം പിടിച്ചിങ്ങനെ നോക്കിയിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ ഇങ്ങനെ ലഹമു ഒന്നായിട്ടെടുത്ത് ചിലവർക്ക് കൂട്ടാനാണ് കൂടുതൽ വേണ്ടത്. അങ്ങനെയാണ് ഓല് ഭക്ഷണം കഴിക്കണത്. സുബ്ഹാനല്ലാഹ്. ആ ഭക്ഷണത്തിനെ പറ്റിയൊന്നും ഞാൻ ആക്ഷേപം പറയണില്ല. വാലിബ് കൂത്തുൽ ബലത് ലഹമായതായിട്ട് ചരിത്രത്തിൽ എവിടെയില്ല. അങ്ങനെയാണെങ്കിൽ ലഹമിന് സക്കാത്ത് പറയാലോ, അതെവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നമ്മളോട് പറഞ്ഞത് എന്താ? ഏത് വാലിബ് കൂത്തുൽ ബലത് ലഹമായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ കിതാബിൽ? അതില്ല. അങ്ങനെയാണെങ്കിൽ ലഹമിന് ഏത് പറയും? സക്കാത്ത് കൊടുക്കണം എന്ന് പറയും. ഇറച്ചിക്ക് സക്കാത്ത് പറഞ്ഞതായിട്ട് കാണില്ലല്ലോ നമ്മൾ. പിന്നെ ഏതിനാ സക്കാത്ത്? മൃഗങ്ങൾക്ക് സക്കാത്തുണ്ട്, അത് വേറെ വിഷയം. അത് റഹ്മിന് മാത്രമല്ല. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളോട് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് ചെറിയ പെരുന്നാൾക്ക് അരി കൊടുക്കുക, വലിയ പെരുന്നാൾക്ക് ഇറച്ചി കൊടുക്കുക. രണ്ടും കൂടി കൂട്ടിയാൽ നമ്മളോട് ഇറച്ചിയും ചോറും അള്ളാഹു ഭാഗ്യം തരട്ടെ. അതാണ് നമ്മളെ ഭക്ഷണത്തിൻ്റെ രീതി അല്ലേ? അപ്പോൾ ഞാൻ മറ്റൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്, വേറെ കാര്യം. അപ്പോൾ ആ സ്വഹാബിക്കുള്ള പരാതി എന്താ? നബിയെ കൂട്ടാനുണ്ടാക്കിയിട്ട് തികയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹൽ മഅക ആയത്തുൽ കുർസി? നീ ആയത്തുൽ കുർസി ഓതാറില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി? കറി വെക്കുമ്പോഴായാലും ശരി, അരി വെക്കുമ്പോഴായാലും ശരി, നിങ്ങൾ ആയത്തുൽ കുർസി ഓദിക്കോ, അതിൽ ബർക്കത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാരമകൾ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സുഹ്റ, ഈ വഅദ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഒരു പെൺകുട്ടിക്ക് ഗർഭമാവുക, പ്രസവത്തിന്റെ വേദന വരിക, പ്രസവിക്കുക, പ്രസവാനന്തരമുള്ള അല്പം കുറച്ച് സമയങ്ങളും ദിവസങ്ങളും അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും മാനസിക സംഘർഷവും ഇതൊക്കെ ഉമ്മമാർക്ക് നല്ല പോലെ ബോധ്യമുള്ളതല്ലേ? ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും. ഇപ്പം നമ്മളൊരു പെൺകുട്ടിക്ക് ഗർഭമായി എന്ന് വിചാരിച്ച ആൾക്കാരെ വിചാരം വല്ല ചെയ്ത്താൻ കൂടിയാൽ മതി. മെല്ലെ സ്വകാര്യം വിളിച്ചിട്ട് ചില വാപ്പാരൊക്കെ, ഉസ്താദെ മോൾക്ക് വിശേഷം. അതെന്താ വെച്ചാൽ നമ്മളെ ഡോക്ടർമാരും ഹോസ്പിറ്റലുകളും ഒക്കെ കൂടിയിട്ട് ഗർഭം ഒരു രോഗമാക്കി മാറ്റി. അങ്ങനെ 1-ാമത്തെ ആഴ്ചയിൽ പരിശോധന, 1-ാം മാസം പരിശോധന, 2-ാമത്തെ ആഴ്ചയിൽ പരിശോധന, 2-ാം മാസം പരിശോധനയോട് പരിശോധന. എന്നിട്ടോ അതൊക്കെ കൂടെ നടത്തിയ 10-ാം മാസം മെഡിക്കൽ കോളേജ്. അപ്പം പിന്നെ അവസാന ഘട്ടത്തിൽ നേരെ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എന്താക്കി മാറ്റി? ഗർഭം എന്ന് പറയുന്നത് ഒരു രോഗമാക്കി മാറ്റിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പെണ്ണ് ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവളെ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളും ആരോഗ്യകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ആളുകൾക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു കഥയില്ലല്ലോ. ഇന്നാളൊരാൾ വന്നിങ്ങാണ്ട് ഭയങ്കര കരച്ചിൽ, ഉസ്താദേ നിങ്ങൾ പ്രത്യേകം ദ്വാർക്കണം. എന്തേന്ന് ചോദിച്ചു. മക്കളായിട്ടില്ല. കല്യാണം കഴിച്ചിക്കണോ ചോദിച്ചാൽ കല്യാണമൊക്കെ കഴിച്ചിക്കണം. എത്രയായി എന്ന് ചോദിച്ചാൽ 4 മാസമായി. അപ്പോൾ ഓർത്ത് നോക്കി നിങ്ങൾ, ഇതിനെപ്പറ്റിയൊന്നും ഒരു കഥ ഉണ്ടായിട്ടില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം ആൾ കരയാന്ന് മാത്രമല്ലാതെ എന്താണ് പറയുന്നത്, എന്തിനാണ് ദ്വാർപ്പിക്കണത്, എന്താണ് കഥ എന്നറിയണ്ടേ? ഹബീബായ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു മോള്, നമ്മുടെ ഒരു ഭാര്യ, നമ്മുടെ ഒരു പെണ്ണ് ഗർഭിണിയായാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മോള്, നമ്മളെ VS ഉസ്താദ്, ലുക്മാൻ ഹക്കീം സക്കാഫി, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഉസ്താദുമാരൊക്കെ എത്തിയിട്ടുണ്ടെന്ന്. അള്ളാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. VS ഉസ്താദ് അങ്ങോട്ട് വരും. അല്ല ബിസ്മില്ലാ, വരും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആലിമീങ്ങളും സാദാത്യങ്ങളും ഒക്കെ നിറഞ്ഞ നമ്മുടെ സഭ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്നെല്ലാവരും കൂടിയിട്ട് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. ബാക്കി വയല് പറയാത്ത വലഭാഗവും ഇടഭാഗവും ഒക്കെ ഇരിക്കണത് നല്ല വയല് പറയുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക,
മുത്തുനബിയുടെ പുന്നാര മോള് ബീവി ഫാത്തിമത്തു സഹ്റ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ ഗർഭിണിയാണ്. പ്രസവത്തിന്റെ സമയം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു.